മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം വീണ്ടും കൈകോർക്കാനൊരുങ്ങി അമൽ നീരദ്. ആദ്യം ആരുടെ കൂടെയെന്നറിയാൻ കാത്തിരുന്ന ആരാധകർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തുക. മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് അമൽ നീരദ്. ഛായാഗ്രാഹകനായി കരിയർ ആരംഭിച്ച അമൽ നീരദ് 2007-ൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ബിഗ് ബിയിലൂടെയാണ് സംവിധായക രംഗത്തേക്ക് കടന്നുവന്നത്. മലയാളത്തിൽ അന്നേവരെ കാണാത്ത വ്യത്യസ്തമായ മേക്കിംഗ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു ബിഗ് ബി. പിന്നീട് മലയാളത്തിലെ മികച്ച സംവിധായകരുടെ ലിസ്റ്റിൽ അമൽ നീരദും ഇടം പിടിച്ചു. അമൽ നീരദിന്റെ ഓരോ സിനിമയുടെയും അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കാറാണ് പതിവ്. മലയാള സിനിമയുടെ നെടുംതൂണുകളായ മമ്മൂട്ടിക്കൊപ്പവും മോഹൻലാലിനൊപ്പവും അമൽ നീരദ് കൈകോർക്കുന്നു എന്ന തരത്തിലുള്ള റൂമറുകൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. 2 പ്രൊജക്റ്റും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ പ്രൊജക്റ്റിന് ശേഷം അമൽ നീരദ് ബിഗ് എംസിനെ വെച്ചുള്ള പ്രൊജക്റ്റിന് തുടക്കം കുറിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇതിൽ ആദ്യത്തെ പ്രൊജക്റ്റ് മോഹൻലാലിനൊപ്പമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മഹേഷ് നാരായണൻ പ്രൊജക്റ്റിന്റെ ഷൂട്ട് 2026-ൽ തീരുമെന്നും അതിനുശേഷം മമ്മൂട്ടിയെയും അമൽ നീരദും കൈകോർക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ആ പ്രൊജക്റ്റ് ആരാധകർ കാത്തിരിക്കുന്ന ബിലാൽ ആകാൻ സാധ്യതയുണ്ടെന്നും ഇല്ലെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഭീഷ്മപർവ്വം പോലെ ചെറിയൊരു പ്രൊജക്റ്റിനായി മമ്മൂട്ടിയും അമൽ നീരദും കൈകോർക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അടുത്തിടെ കേട്ടിരുന്നെങ്കിലും അതിൽ സ്ഥിരീകരണമുണ്ടായിട്ടില്ല. നിലവിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഓരോ സിനിമകൾ വീതം റിലീസിന് ഒരുങ്ങുന്നുണ്ട്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും ആണ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ തിയേറ്റർ റിലീസ്. 15 വർഷത്തിന് ശേഷം ശോഭന മോഹൻലാലിന്റെ നായികയായി എത്തുന്ന ചിത്രം ഫാമിലി ഡ്രാമയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഏപ്രിൽ 25-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവലാണ് ഇനി പുറത്തിറങ്ങാനുള്ള മമ്മൂട്ടി ചിത്രം. വിനായകൻ നായകനാകുന്ന ചിത്രത്തിൽ വില്ലനായാണ് മമ്മൂട്ടി വേഷമിടുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മെയ് 22-ന് കളങ്കാവൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് കരുതുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന്